ജീവിതത്തിൽ നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയുടെ ഇടമാണ് നമ്മുടെയൊക്കെ ഇടവക ദേവാലയം. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളൊക്കെ വരുമ്പോൾ, പ്രതിസന്ധികളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ അൾത്താരയുടെ മുമ്പിലല്ലേ. ആ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ആശ്വാസത്തിന്റെ, ഒരുപാട് സ്വാന്തനത്തിന്റെ നിമിഷങ്ങളായിരിക്കും ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇടവക ദേവാലയത്തോട് നമുക്ക് കുറെ കൂടിയും ഒരു ബന്ധവും ഒരു സ്നേഹമൊക്കെ നിലനിൽക്കുന്നത്. ഒരു പുതിയ പള്ളി പണിയുമ്പോൾ, പഴയ ദേവാലയം പൊളിച്ചു മാറ്റാനായിട്ട് ഒരുങ്ങുമ്പോൾ കുറെ പേരൊക്കെ അതിൽ സങ്കടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അവരുടെ ജീവിതത്തിലെ വലിയൊരു ആശ്രയമായിരുന്നു ആ ദേവാലയം. അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്ന നാളുകൾ, അവർക്ക് വേണ്ടി പുരോഹിതൻ കൈകൂപ്പി പ്രാർത്ഥിച്ച നാളുകൾ, അതൊക്കെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ സമയമൊക്കെ ആ ദേവാലയത്തിൽ നിന്നും പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഈ പെന്തക്കോസ്ത തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈശോ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരെ ഒരുക്കുന്നുണ്ട്. ഉന്നതത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം. എന്താണ് ആ നഗരം? ദൈവത്തിന്റെ വിശുദ്ധ ഇടമായ ജെറുസലേം ദേവാലയം ഇടം കൊള്ളുന്ന ആ ഇടമാണ് ഈശോ അവരെ ഓർമ്മിപ്പിക്കുന്ന ആ നഗരത്തിൽ തന്നെ വസിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അൾത്താരയോട് നമുക്ക് ചേർന്നിരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പെന്തക്കോസ്ത നിറവ് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവാലയത്തോടും ദേവാലയത്തിലെ കുദാശകളോടും ചേർന്ന് നിൽക്കുന്നവർക്കാണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രകടമായിട്ട് അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് കുറേയും കൂടി ഒരുക്കത്തിലായിരിക്കാം. ഈ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് നമ്മുടെ ദേവാലയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒരു ആത്മീയമായ ഒരുക്കത്തിലായിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പഴയ നിയമ വായനയുണ്ട്, മനോഹരമാണ് ആ വായന. യാക്കോബിന്റെ മനോഹരമായിട്ടുള്ളൊരു സ്വപ്നമുണ്ട്. അദ്ദേഹം ബഥേലിൽ കല്ല് വെച്ച് അതില് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. സ്വർഗത്തിലേക്ക് ഒരു ഗോവണിയാണ് കാണുന്നത്. മാലാഖമാര് കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം. എത്ര മനോഹരായിരിക്കും അല്ലെ? സ്വർഗം സ്വപ്നം കാണാൻ സാധിച്ചിരുന്നെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാല്, ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറയുന്നുണ്ട്, ഓരോ വിശുദ്ധ കുർബാനയിലും യാക്കോബ് ദർശിച്ച ആ സ്വപ്നം തന്നെയാണ് യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നതെന്ന്. നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ കാഴ്ചകളൊക്കെ മാലാഖമാര് ഈ അൾത്താരയാകുന്ന ബലിപീഠമാകുന്ന ഗോവണിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇതെല്ലാം ദൈവത്തിലേക്ക് അർപ്പിക്കാൻ, അവിടുന്ന് അനുഗ്രഹങ്ങളുമായിട്ട് ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ബലി അർപ്പണങ്ങള്, നമ്മുടെ ദേവാലയത്തോടുള്ള ആഭിമുഖ്യങ്ങള് പലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വിശുദ്ധ കുർബാനയുടെ സമയങ്ങളിലൊക്കെ പലരും അലക്ഷ്യരായിട്ട് സജീവമല്ലാതെയൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാവും. കാരണം ഇത്തരം ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാസ്തവം. ഓരോ അൾത്താരയിലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാലാഖമാരും വിശുദ്ധരും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ വിശുദ്ധ ബലിയുടെ സമയം അത്രത്തോളം പൂജ്യമായിട്ടുള്ള സമയമാണ്. ഈ പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണമെങ്കിൽ അൾത്താരയോട് ചേർന്ന് നിൽക്കണം, വിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ഒരു ബലിയുടെ ജീവിതം നമ്മൾ സ്വപ്നം കാണുമ്പോൾ, ബലിയുടെ ജീവിതം ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവുക. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമുക്ക് സ്വപ്നം കാണാൻ പഠിക്കാം, സ്വർഗം സ്വപ്നം കാണാൻ പഠിക്കാം. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സ്വപ്നം നേടിയെടുക്കാനുള്ള ഒരു വലിയൊരു ആഗ്രഹം, ഒരു വലിയ ഉൾവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നിങ്ങളോടും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.